കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ EWS സംവരണത്തിലൂടെ മുന്നോക്ക ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ MBBS സീറ്റുകൾ അനർഹമായി നേടിയെന്നാണ് ശ്രീ VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ അടിസ്ഥാനരഹിതമായി ആരോപിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിന് ഉയർന്ന അനുപാതം സീറ്റുകൾ ലഭിക്കേണ്ടതാണെന്നും EWS സംവരണം നടപ്പിലാക്കിയതുകൊണ്ട് അവർക്ക് നഷ്ടമുണ്ടായെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. അതോടൊപ്പം ക്രൈസ്തവരിൽ മുന്നോക്ക പിന്നാക്ക വിഭജനം പരാമർശ വിധേയമാകുന്നു. കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സംവരണ സാഹചര്യങ്ങൾ തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ക്രൈസ്തവരിലെ ഭൂരിപക്ഷവും ജാതി സംവരണത്തിന് പുറത്തായിരിക്കുമ്പോൾ മുസ്ലിം മതവിഭാഗത്തിലെ എല്ലാവർക്കും തന്നെ OBC, SCBC സംവരണം ലഭിക്കുന്നു. സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കായി 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന 10% EWS സംവരണം ഭരണഘടനാപരമായി ലഭിച്ച നീതിയാണ്. ഇരട്ട സംവരണത്തിന് ഇട നൽകാത്ത വിധവും ജാതി മത പരിഗണനയ്ക്കപ്പുറം സാമ്പത്തിക പിന്നോക്കാവസ്ഥയെന്ന ആധുനിക കാലത്തെ മൂർത്തമായ ജീവിത യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട നിയമനിർമ്മാണമാണ് EWS. ഈ സംവരണം നിലവിൽ വന്നപ്പോൾ മാത്രമാണ് പലവിധത്തിലും വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു സംവരണാനുകൂല്യം ലഭിച്ചു തുടങ്ങിയത്. അതിനെപ്പോലും അത്യന്തം വിമർശന ബുദ്ധിയോടെ അവതരിപ്പിക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണഘടന വിരുദ്ധമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ സംവരണത്തിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ പൊതുമനസാക്ഷി ഉണരണം. സംവരണം മതത്തിനും ജാതിക്കും സ്വാധീനത്തിനും വോട്ട് ബാങ്കിനും വേണ്ടിയെന്നതിനു പകരം യഥാർത്ഥത്തിൽ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന അർഹതയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. ജനസംഖ്യാനുപാതിക സംവരണം എന്ന പേരിൽ ജാതിമത ആധിപത്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ഗൂഢതാൽപര്യങ്ങളോടുള്ള എതിർപ്പും കമ്മീഷൻ അറിയിക്കുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.